യെസ്, അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ വന്ന് പുഷ്പാഞ്ജലി കേൾപ്പിച്ച് ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള പൊന്മനയ്യ ക്ഷേത്രത്തിലാട്ടോ. അപ്പോൾ ഇന്ന് മണ്ഡലം 41 ആയതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ഈ അമ്പലത്തിൽ വന്ന് അവിടെ നിന്നാട്ടോ ചായ അയച്ച് ഉപ്പുമാവും പഴയിരുന്നേ ചായക്ക്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഉച്ചയായപ്പം കൂറ്റഞ്ചേരി അമ്പലത്തിലേക്ക് പോകാട്ടോ. അവിടെ ഉത്സവം നടക്കുകയാണല്ലോ. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്ക് കുറവായത് തന്നെ, ഇല്ലെങ്കിൽ ആ സ്റ്റെപ്പ് കണ്ടോ അവിടെ ഫുള്ള് ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ ഇന്നെന്തോ തിരക്ക് കുറവായത് കാരണം അതൊന്നുണ്ടായില്ല. ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. വേഗം ഫുഡ് കഴിച്ചിട്ടാണ്. ഞാൻ നല്ല ഉറക്കേനെ ഞങ്ങൾ കഴിക്കുമ്പോൾ. ഉപ്പേരി, അച്ചാറ്, പപ്പടം, പുളി, കൂട്ടുകറി, അവിലെല്ലാം ഉണ്ടായിരുന്നു. ഒരു സദ്യ തന്നെ. അപ്പോൾ പിന്നെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് പുറത്തെത്തിയപ്പോഴാണ് അവൾ എണീറ്റത്. പിന്നെ അവൾക്ക് പോയി ഒരു ഗ്ലാസ് പായസം വാങ്ങിയിട്ട് അപ്പം തന്നെ അവിടെ ഇരുന്ന് കൊടുത്തിട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ മഞ്ചാടി വായിക്കാനാണ് കൊണ്ടുപോയത് നാമിനെ. മഞ്ചാടി വായിച്ച് ഇവളല്ലെങ്കിൽ കിട്ടുന്ന സാധനം മൊത്തം കയ്യിലിടുന്ന നാമിയാണ്. മഞ്ചാടി മാത്രം അവൾ വായിലിടില്ല. ഇങ്ങനെ കളിച്ച് കൈ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് ഒറ്റ തട്ടാട്ടോ. അതാണ് അവളെ പരിപാടി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ പോയത്. ഇന്ന് 41 ആണല്ലോ, മണ്ഡലം 41 നമ്മൾ വെച്ച് കൊടുക്കും. മീൻ കൂട്ടുന്ന ദിവസമല്ലേ. അപ്പോൾ മീൻ വാങ്ങാൻ വേണ്ടി വന്നതാട്ടോ. മീൻ വാങ്ങിയിട്ട് വരുന്ന വഴിക്ക് നമ്മൾ ഷാർജ കുടിച്ച് അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അടുത്താണ് പുതിയ അപ്പോൾ അമ്പലത്തിലെ ഉത്സവം നടക്കുന്നത്. അപ്പോൾ അത് കാണാൻ ആ ലൈറ്റൊക്കെ കാണാൻ വേണ്ടി പോയതാട്ടോ. ഉത്സവം കഴിഞ്ഞ് പിറ്റേന്നാണ് നമ്മളവിടെ എത്തുന്നത്. ഉത്സവത്തിൻ്റെ ടൈമിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇന്നാണ് പോകുന്നത്. രാവിലെ പോകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ രസമുണ്ട് ലൈറ്റൊക്കെ കാണാൻ. അങ്ങനെ മാമ അങ്ങനെ ഓരോന്ന് പറഞ്ഞു തന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന സമയത്ത് ലൈറ്റൊക്കെ ഊരിയിരിക്കുന്നു കേട്ടോ. ഒരു ഉത്സവം കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വാങ്ങാൻ കയറി കേട്ടോ. പിന്നെ നേരെ വീട്ടിൽ പോയി അതൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ, ഫുഡൊക്കെ. പിന്നെ അപ്പോൾ സംസാരിച്ച് നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. വെച്ച് കൊടുക്കുകൊണ്ട് ഇല ഇട്ടപ്പോൾ അവൾ നേരെ പോയിട്ട് ഇല പിടിക്കാനായിട്ടോ ഓടുന്നത്. പിന്നെ വെച്ച് കൊടുക്കലൊക്കെ കഴിഞ്ഞ് കൂട്ടുകാരായിട്ട് മേക്കാ ഫോക്ക് ഡാൻസ് ഉണ്ട് കേട്ടോ. പോകണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പോകാൻ മടിയായി. ഫുള്ള് വയറ് വെച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ഷീണമാവുമല്ലോ. പിന്നെ നേരെ പേര് സുഖമായിട്ട് അങ്ങ് കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നാളെ പുതിയ വീഡിയോ കാണുന്നവരേക്കും